മലയാള സിനിമയിലെ മോസ്റ്റ് അവൈറ്റഡ് ചിത്രമായിട്ടുള്ള എമ്പുരാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ ദംഗൽ ചിത്രത്തിന്റെ ഒക്കെ കളക്ഷൻ അങ്ങ് തകർത്ത് തരിപ്പണമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പുഷ്പയുടെ രണ്ടാം ഭാഗം 2000 കോടിയിലേക്ക് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ സമയം കളയുന്നില്ല, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. ഉണ്ണിമുതൽ നായകനാവുന്ന ഏറ്റവും പുതിയൊരു വയലൻസ് എന്റർടൈനർ ചിത്രമാണ് മാർക്കോ സിനിമ. ഈ വരുന്ന ഡിസംബർ 20-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ ടീസർ ഇതിനകം തന്നെ പുറത്തിറങ്ങി വലിയ രീതിയിൽ തരംഗം കുറിച്ചിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് അവൈറ്റഡ് ചിത്രമായിട്ട്, അതായത് ഈ മാസം ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പേര് വെയിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന റെക്കോർഡൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ സിനിമ. വയലൻസ് പറഞ്ഞാൽ മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും എക്സ്ട്രീം ലെവൽ വയലൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാവുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. ഏതായാലും ചിത്രത്തിന് ഒഫീഷ്യൽ ട്രെയിലർ ഉണ്ടാകില്ല എന്ന് ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ചിത്രത്തിന്റെ സെൻസറിങ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കട്ട്സുകൾ ചിത്രത്തിന്റെ സെൻസർ ടൈമിൽ നടന്നിട്ടുണ്ട്. ഉണ്ണിമുതന്റെ കരിയറിൽ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രമാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ. ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ ആ ചിത്രത്തിന്റെ റെക്കോർഡൊക്കെ തകർക്കാനുള്ള, അറ്റ്ലീസ്റ്റ് ഓപ്പണിംഗ് ഡേയിലുള്ള റെക്കോർഡൊക്കെ തകർക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് ഇതിനകം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുവരെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം സിനിമ 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യൻ സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്ത് തരിപ്പണമാക്കും, 2000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നൊക്കെ വീര വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ടുള്ള സിനിമയായിരുന്നു കങ്കുവ സിനിമ. സിനിമ ഒരു റെക്കോർഡ് തൂക്കിയിട്ടുണ്ട്. മറ്റു ഒരു ഇന്ത്യൻ സിനിമക്കും പിടിക്കാൻ പറ്റുന്നതിനും ഒരുപാട് മുന്നിൽ പോയിട്ട് ഒരു റെക്കോർഡ് തൂക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ നഷ്ടം വാരി കൂട്ടിയിട്ടുള്ള സിനിമയാണ് കങ്കുവ സിനിമ. 140 കോടി രൂപയുടെ നഷ്ടമാണ് സിനിമ ഇതുവരെ വരുത്തി വെച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സിനിമക്ക് ഫൈനലി ആ എഫേർട്ടിനുള്ള ഒരു ചെറിയൊരു റെക്കോർഡ് തൂക്കാൻ സാധിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ആയിരുന്നു ചിത്രത്തിന് OTT അവകാശങ്ങൾ മേടിച്ചിട്ടുള്ളത്. അറൌണ്ട് 100 കോടി രൂപക്കാണ് ചിത്രത്തിന് OTT അവകാശങ്ങൾ വിറ്റ് പോയിട്ടുള്ളത്. കഴിഞ്ഞ വീക്ക് മുതലായിരുന്നു ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രത്തിന്റെ OTT പതിപ്പ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കട്ടുകളൊക്കെ ചിത്രത്തിന്റെ OTT പതിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ ആമസോണിൽ ഇപ്പോൾ വലിയൊരു സക്സസ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 1 ബില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് ആണ് ഇതുവരെ ആമസോണിലൂടെ മാത്രം കങ്കോ സിനിമ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു ബിഗ്ഗസ്റ്റ് റെക്കോർഡ് തന്നെയാണ് സിനിമ തൂക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ള ഫസ്റ്റ് സിനിമയാണ് ബറോസ് സിനിമ. ഈ വരുന്ന ഡിസംബർ 25-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. സിനിമയ്ക്ക് 3D പതിപ്പ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമ 2Dയിൽ റിലീസിന് എത്താൻ പോകുന്നില്ല. പിന്നെ പോരാത്തിന് ഈ ഒരു സിനിമ മലയാളത്തിലെ ഫസ്റ്റ് 4DX IMAX ഫോർമാറ്റിൽ റിലീസ് ചെയ്യുന്ന ചിത്രം കൂടിയാണ്. ബറോസ് സിനിമ ഡിസംബർ 25-നാണ് റിലീസിന് എത്താൻ പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. വലിയൊരു ഹൈപ്പ് ഒന്നും സിനിമയുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. ഈ വരുന്ന ഡിസംബർ 19-ന് ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറക്കുമെന്നാണ് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. DC സിനിമാസിലെ ഏറ്റവും പുതിയ സിനിമയാണ് സൂപ്പർമാന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഈ വരുന്ന ജൂലൈ 11-ന് തിയേറ്ററുകളിലേക്ക് എത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടെ ഒരു കിട്ടിലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കൂടി DC സിനിമാസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. തടം എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമ എടുത്തുള്ള മഹി തിരുമണി സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് വിടാമുയർച്ചി സിനിമ. ജനുവരി 10-ന് സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരളത്തിലുള്ള ചിത്രത്തിന്റെ ഫാൻ ഷോ ബുക്കിംഗ് ഒക്കെ ഇതിനകം തന്നെ അജിത്ത് ഫാൻസ് അസോസിയേഷൻ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഓൾറെഡി ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ തന്നെ പല ഇംഗ്ലീഷ് സിനിമകളുമായിട്ടൊക്കെ ഒരു ചെറിയൊരു സാമ്യത തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഹി തിരുമണി ഒരിക്കലും ഒരു റീമേക്ക് സിനിമ എടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. പക്ഷെ ടീസർ ഒരു രക്ഷയുമില്ല. ഡെഫിനറ്റ്ലി ഈ ഒരു പടത്തിന് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് വരാനുള്ള ഒരു ചാൻസ് വളരെ അധികമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വിശാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സക്സസ് ആയി മാറിയിട്ടുള്ള സിനിമയും ഫസ്റ്റ് 100 കോടി അടിക്കുന്ന വിശാൽ ചിത്രം കൂടിയാണ് മാർക്ക് ആന്റണി എന്ന് പറയുന്ന സിനിമ. ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വൈബ് സാധനം തന്നെയാണ്. ഈ ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഇപ്പൊ ഒഫീഷ്യലി ചിത്രത്തിന്റെ സംവിധായകൻ കൺഫേം ചെയ്തിട്ടുണ്ട്. തുപ്പരുവാലൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡിലേ ആകുകയാണെങ്കിൽ മാർക്ക് ആന്റണി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ട്, അതായത് രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്. മാർക്ക് ആന്റണി എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം പുള്ളിക്കാരൻ എടുത്തിട്ടുള്ള സിനിമയായിരുന്നു അജിത് നായകനാവുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ മാർക്ക് ആന്റണി പോലെ തന്നെ ഒരു വൈബ് സാധനം തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫാൻ ബോയ് സംഭവം തന്നെ ആയിരിക്കും അജിത്തിന്റെ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റിലീസിനെത്താൻ പോകുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ ജനുവരി 10-ന് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. പുഷ്പയുടെ നിർമ്മാതാക്കളായിട്ടുള്ള മൈത്രി ഫിലിം മേക്കേഴ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഈ ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലേക്കാണ് ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്. സൂര്യ പൊട്ടർ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം സൂര്യ വെച്ച് സുധ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സിനിമയായിരുന്നു സൂര്യയുടെ 44ാമത് സിനിമ. പല കാരണം കൊണ്ട് ഈ ചിത്രം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു പടം ഇപ്പോൾ സുധ ചെയ്യാൻ പോകുന്നത് നമ്മളെ SK വെച്ചാണ്, അഥവാ ശിവകാർത്തികനെ വെച്ചുകൊണ്ടാണ്. ശിവകാർത്തിയുടെ 25ാമത് സിനിമയായിട്ടാണ് ചിത്രം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ പൂജയും ഷൂട്ടും ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലീലയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. GV പ്രകാശ് ആണ് സിനിമയ്ക്ക് വേണ്ടി നായികയായിട്ട് വരുന്നതല്ല, ആ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കാൻ പോകുന്നത്. സിനിമയിലെ മെയിൻ
വില്ലനായിട്ട് വരുന്നത് ജയന്റവി ആയിരിക്കും. അഥർവ സിനിമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരുന്നുണ്ട്. സുധു തന്നെ സംവിധാനം ചെയ്ത് സുധു തന്നെ തിരക്കഥ ഒരുക്കിയിട്ടുള്ള സിനിമ കൂടിയാണ്. നെക്സ്റ്റ് ഇയർ ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കഴിഞ്ഞ വർഷത്തെ മലയാളത്തിലെ മോസ്റ്റ് എന്റർടൈൻമെന്റ് സംഭവമായിരുന്നു ആവേശം എന്ന് പറയുന്ന ജിതു മാധവൻ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള സിനിമ. ജിതു മാധവൻ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ ഒരുക്കാൻ പോകുന്നത് ലാലേട്ടനെ വെച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റൂമർ പറയുന്നത്. ഗോകുലൻ സിനിമാസ് ഈ ഒരു സിനിമ നിർമ്മിക്കുമെന്നും പിന്നെ നമ്മളെ സുഷിൻ സ്വാമി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കുമെന്നാണ് കേൾക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഏതാണ്ട് ഒരു മിഡിലായിട്ട് ചിത്രത്തിന് ഷൂട്ട് ഇപ്പൊ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻ ബോയ് സംഭവം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫിലൂടെ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് കൊടുത്തിട്ടുള്ള സിനിമയായിരുന്നു കൂമൻ എന്ന് പറയുന്ന സിനിമ. അധികം പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ത്രില്ലർ സിനിമയായിരിക്കും കൂമൻ സിനിമ. കൂമൻ ചിത്രത്തിന് ശേഷം വീണ്ടും ജിത്തു ജോസഫും ആസിഫിലും വീണ്ടും ഒരു പടത്തിൽ ഒന്നിക്കാൻ പോവുകയാണ്. ചിത്രത്തിന്റെ ഷൂട്ട് ഈ വരുന്ന ജനുവരി മാസം മുതൽ തുടങ്ങുമെന്ന് ഇപ്പൊ കൺഫേം ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. എല്ലാ തവണത്തെ പോലെ ഇതും ഒരു ത്രില്ലർ സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത്. KGF രണ്ടാം ഭാഗത്തിന് ശേഷം യാഷിന്റെ ഒരു പടം കാണണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം അല്ലെ? യാഷ് നായകനാവുന്ന KGF രണ്ടാം ഭാഗത്തിന് ശേഷം റിലീസിനെത്താൻ പോകുന്ന ഒരു ബിഗ് ബജറ്റ് ഗാങ്സ്റ്റർ എന്റർടൈനർ ചിത്രമാണ് ടോക്സിക് സിനിമ. നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ട് പല ഏരിയാസിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ ഡിസംബർ മാസം സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 4 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കന്നഡ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. 300 കോടിക്ക് മുകളിൽ സിനിമക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അതായത് കന്നഡ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രം കൂടിയാണ് ടോക്സിക് സിനിമ. മലയാള ഡയറക്ടർ ആയിട്ടുള്ള ഗീതു മോഹൻദാസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. പണ്ട് കാലത്ത് സൂര്യയുടെയും വിജയുടെ ഒക്കെ കരിയറിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് AR മുരുകദോസ്. AM അറിവായാലും ഗജിനി ആയാലും ഇനിയിപ്പോ തുപ്പാക്കി ആയാലും ഈ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള AR മുരുകദോസ് കുറച്ചു കാലങ്ങളായിട്ട് സിനിമയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിയിലായിരുന്നു. കാരണം തുടർച്ചയായിട്ട് നിരവധി ഫ്ലോപ്പ് സിനിമകൾ വന്ന് അപ്പൊ പുള്ളിക്കാരൻ ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പെടുന്ന ഒരു സിനിമയാണ് സൽമാൻ ഖാൻ നായകനാവുന്ന സിക്കന്ത് എന്ന് പറയുന്ന സിനിമ. ഈ വരുന്ന ഡിസംബർ 27 ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇപ്പൊ പുറത്ത് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 27 ആയിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് കേൾക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടൊന്നുമല്ല, തമിഴിലും തെലുങ്കിലും പിന്നെ ഹിന്ദി ഭാഷയിലും മാത്രമായിരിക്കും സിനിമക്ക് റിലീസ് ഉണ്ടായിരിക്കാം. പക്ഷേ AR മുരുകദോസിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ മേലിൽ അത്യാവശ്യം വലിയൊരു പ്രതീക്ഷയുണ്ട്. AR മുരുകദോസ് തന്നെയാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. അതിനൊക്കെ മുന്നായിട്ട് എസ്കേമായിട്ടുള്ള AR മുരുകദോസിന്റെ ഒരു കിട്ടിലൻ സാധനം ഇറങ്ങാനുണ്ട്. ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മോസ്റ്റ് അവൈറ്റിംഗ് ചിത്രമാണ് ഖൈദിയുടെ രണ്ടാം ഭാഗം. അങ്ങനെ കാത്തിരിപ്പിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ലോകേഷ് തന്നെ ഇപ്പൊ കൺഫേം ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന മാർച്ച് മാസം മുതൽ ഖൈദിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് ആരംഭിക്കുമെന്ന്. കൂലിയുടെ ഫൈനൽ ഘട്ടത്തിലുള്ള ഷൂട്ടാണ് ഇപ്പൊ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി സിനിമയുടെ ഷൂട്ട് ഈ വരുന്ന ജനുവരി മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ, എന്റെ ഷൂട്ടും കംപ്ലീറ്റ് ചെയ്യാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. കൂലി സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു കിട്ടിലൻ ഗ്ലിംസ് വീഡിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സോങ്ങിന്റെ ഒരു പ്രോമോ വീഡിയോ ഒക്കെ രജനി ആദിന്റെ പിറന്നാൾ പ്രമാണിച്ചുകൊണ്ട് കഴിഞ്ഞ വീക്കിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. സോങ് നന്നായിട്ടുണ്ടായിരുന്നു. കൂലിക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരാനുള്ള ഒരു ചാൻസും നിലവിലുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഏതായാലും ജനുവരി മാസത്തിനുള്ളിൽ തന്നെ കൂലിയുടെ എൻഡർ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മെയ് മാസത്തിൽ സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂലിയുടെ റിലീസിന് മുന്നേ തന്നെ ഖൈദിയുടെ രണ്ടാം ഭാഗത്തിന്റെ വർക്കുകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ലോകേഷ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഖൈദിയുടെ രണ്ടാം ഭാഗത്തിന് ശേഷം റോളക്സിന് വെച്ച് ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിക്രമിന്റെ രണ്ടാം ഭാഗം എൻഡ് ഗെയിം എന്ന രീതിയിൽ എടുത്തുകൊണ്ട് LC എന്ന് പറയുന്ന യൂണിവേഴ്സ് അവിടെ ക്ലോസ് ചെയ്യും. കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് പല ചിത്രങ്ങളും കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തിയിട്ടുള്ള പല റെക്കോർഡുകളും നിമിഷ നേരം കൊണ്ട് പുഷ്പയുടെ രണ്ടാം ഭാഗം തകർത്തുകൊണ്ടിരിക്കുകയാണ്. പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് ഇന്ത്യൻ സിനിമയിലെ ആദ്യ ദിവസം ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടുന്ന സിനിമ. അറൌണ്ട് 300 കോടിക്ക് അടുത്ത് പോലും കളക്ഷൻ സിനിമക്ക് ആദ്യ ദിവസം മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് റിലീസിനെത്തിയ 12 ദിവസം കൊണ്ട് സിനിമ ലോകമെമ്പാടുമായിട്ട് 1400 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അതൊരു പ്രൊമോഷൻ ഫിഗർ മാത്രമാണ്, ഒരല്പം കൂട്ടിയിട്ടുള്ളൂ. 1338 കോടി രൂപയാണ് ചിത്രം ഇതുവരെ, അതായത് ജസ്റ്റ് 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായിട്ട് നേടിയിട്ടുള്ള കളക്ഷനായിട്ട് അവകാശപ്പെടുന്നത്. അതിൽ തന്നെ 1000 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യ ബോക്സ് ഓഫീസിലാണ് സിനിമ വലിയ തരംഗം കുറിച്ചിട്ടുള്ളത്. 584 കോടിക്ക് മുകളിൽ കളക്ഷൻ ജസ്റ്റ് 12 ദിവസം കൊണ്ട് സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്ത്രീയുടെ രണ്ടാം ഭാഗത്തിന്റെ ഇൻട്രസ്റ്റ് റെക്കോർഡ് ഏതായാലും നിമിഷ നേരം കൊണ്ട് വരുന്ന 2-3 ദിവസം കൊണ്ട് തന്നെ പുഷ്പയുടെ രണ്ടാം ഭാഗം തകർത്തെറിയുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഈ ഒരു സിനിമ വലിയൊരു ഫെയിലിയർ ആണ്. ഏതാണ്ട് 24 കോടി രൂപക്ക് അവകാശങ്ങൾ വിറ്റുപോയിട്ടുള്ള സിനിമ കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ 17 കോടി രൂപ മാത്രമാണ് നേടിയിട്ടുള്ളത്. അതായത് ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ ആണ് സിനിമ കേരളത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ 72 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. അങ്ങനെ ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ 238 കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇനി അങ്ങ് കർണാടകയിലേക്ക് പോവുകയാണെങ്കിൽ 92 കോടിക്ക് മുകളിലും കളക്ഷൻ നേടിയിട്ടുണ്ട്. കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ സിനിമ തകർത്തിട്ടുണ്ട്. 128 കോടി
രൂപയാണ് കർണാടകയിൽ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ നേടിയിട്ടുള്ള കോളിവുഡ് സിനിമയായിട്ട് അവകാശപ്പെടുന്നത്. അത് ബാഹുബലിയുടെ രണ്ടാം ഭാഗമാണ്. അതും മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓവർസീസ് ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ 25 മില്യൺ US$ ആണ് സിനിമ ഇതുവരെ നേടിയിട്ടുള്ള കളക്ഷനായിട്ട് അവകാശപ്പെടുന്നത്. 25 മില്യൺ US$ എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 205 കോടി രൂപയാണ്. ഓവർസീസ് ബോക്സ് ഓഫീസിൽ ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ റെക്കോർഡ് തകർക്കാൻ ചാൻസ് ഇല്ല. 60 മില്യൺ US$ ആണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഓവർസീസ് കളക്ഷനായിട്ട് അവകാശപ്പെടുന്നത്. അത് ഏതായാലും തകർക്കാൻ പോകുന്നില്ല. ഏതായാലും നിലവിൽ ചിത്രത്തിന്റെ പോക്ക് കാണുമ്പോൾ 2000 കോടിയൊക്കെ നിഷ്പ്രയാസം അടിച്ചെടുക്കാനേ ഉള്ളൂ. 1800 കോടി രൂപയാണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഫൈനൽ കളക്ഷൻ. 2000 കോടി രൂപയാണ് ദംഗൽ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ. ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്. കാരണം ഇന്ത്യയിൽ സിനിമ കിട്ടുന്ന ഹോൾഡ് പറഞ്ഞാൽ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അമ്മാതിരി ഹോൾഡാണ്. ഇപ്പൊ തന്നെ മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ 20,000 ടിക്കറ്റുകളൊക്കെ ഈ വർക്കിംഗ് ഡേയിൽ തന്നെ ചിത്രത്തിന്റെ ആയിട്ട് ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളിൽ വിറ്റുപോയിട്ടുണ്ട്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പ് വഴി മാത്രം 15 മില്യൺ ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായിട്ട് വിറ്റുപോയിട്ടുള്ളത്. 450 കോടി കളക്ഷനാണ് സിനിമക്ക് ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പ് വഴി മാത്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു പടം ബിഗ്ഗസ്റ്റ് സക്സസ് ആണ്. 400 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ആയിട്ട് അവകാശപ്പെടുന്നത്. ഏതായാലും പുഷ്പ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര നേടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കമന്റ് ബോക്സുമായിട്ട് രേഖപ്പെടുത്തണേ. മലയാള സിനിമയിലെ മോസ്റ്റ് അവൈഡ് ചിത്രമാണ് എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്താൻ 100 ദിവസമല്ല 99 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. ഈ വരുന്ന മാർച്ച് 27 സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രത്തിന്റെ ഒരു കിഡിലൻ ടീസർ ഈ വരുന്ന ജനുവരി 1 അല്ലെങ്കിൽ ഡിസംബർ 1 ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് പുറത്തിറക്കാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.